ഹലോ നമസ്കാരം. അന്നോസ് കിച്ചൻ സ്റ്റോറീസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോകുന്നറിയാം. ഇവിടെ ചെന്നൈയിൽ മഴയൊന്നും ഇല്ല കേട്ടോ, നല്ല ചൂട് തന്നെയാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു നമുക്ക് കുറച്ച് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഹോം മെയ്ഡ് ഐസ്ക്രീം ആക്കിയാലോ. അപ്പൊ ഐസ്ക്രീം ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു സാധനം വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇൻസ്റ്റന്റ് ഐസ്ക്രീം എന്ന് പറഞ്ഞിട്ട് ഒരു പൗഡർ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതുവരെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയില്ല. അപ്പൊ ഞാൻ ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാന്ന് വെച്ചിട്ട് എടുത്ത വീഡിയോ ആണ്. അപ്പൊ നമുക്ക് ഒരുമിച്ച് ഐസ്ക്രീം ആക്കാം. അപ്പോൾ ഐസ്ക്രീം ആക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. പാല് ചൂടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്റ്റീലിൻ്റെ പാത്രം എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിനകത്തേക്ക് ഞാൻ 2 പാക്കറ്റിൻ്റെ അളവിൽ പാല് ആഡ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. ഞാനിവിടെ 1/2 ലിറ്ററിൻ്റെ 2 പാക്കറ്റാണ് എടുത്തിട്ടുള്ളത്. അതായത് 1 ലിറ്ററിൻ്റെ അളവിലാണ് പാല് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ പാൽ ആഡ് ചെയ്തതിന് ശേഷം ഗ്യാസ് ഓൺ ചെയ്തിട്ട് മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചതിന് ശേഷം നമുക്കത് ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ചൂടാക്കി എടുക്കുന്ന ടൈം ഞാൻ ഈ പൗഡർ കേട്ടോ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ പൗഡർ എങ്ങനെ ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചതിന് ശേഷം ഈ പാക്കറ്റ് പൊളിച്ചിട്ട് ഇതേപോലെ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു സ്പൂണ് വെച്ച് മിക്സ് ചെയ്തുകൊണ്ട് പൗഡർ പാലിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ആഡ് ചെയ്തതിന് ശേഷവും സ്പൂണ് വെച്ചിട്ട് ഇത് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഈ ഒരു പാക്കറ്റ് ഫുള്ള് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1 ലിറ്ററിൻ്റെ അളവിലാണ് പാല് വേണ്ടത് ഈ പൗഡർ ആഡ് ചെയ്യുന്ന ടൈം. അപ്പോൾ ഇതാ ഞാനിവിടെ ഫുൾ പാലിലേക്ക് പൗഡർ ആഡ് ചെയ്ത് ഇനി ഞാനിത് മിക്സ് ചെയ്തിട്ടാണ് ചൂടാക്കി എടുക്കുന്നത്. അത് സ്പൂണ് വെച്ച് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. നിർത്താണ്ട് വിട്ട് മിക്സ് ചെയ്തുകൊണ്ട് ഈ പാല് നമുക്ക് ചൂടാക്കി എടുക്കുക വേണ്ടത്. അപ്പം നമുക്ക് പാല് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ഏകദേശം ഇതാ നമ്മളെ പാല് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഈ പാലിൻ്റെ പാത്രം തണിയാൻ വെക്കുക. അതായത് പാല് നമുക്ക് തണിയാൻ വെക്കുക. നന്നായി തണിഞ്ഞതിന് ശേഷം നമുക്കിതെടുത്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുക വേണ്ടത്. സെയിം പാത്രത്തിൽ വെക്കുക, അല്ലെങ്കിൽ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിലെടുത്ത് വെക്കാം. എന്നിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ട് ഒരു 3 to 4 hours, ഒരു മാക്സിമം ഒരു 5 hours തന്നെ നമുക്കിത് ഫ്രീസറിൽ വെക്കാം. ഫ്രീസറിൽ വെച്ചിട്ട് നമുക്കിത് പുറത്തേക്ക് എടുക്കാം. അതായത് ഏകദേശം ഒരു 1 to 2 hour ഇത് തണിയാൻ വെക്കണം. നന്നായി തണിഞ്ഞതിന് ശേഷമേ ഫ്രിഡ്ജിലെടുത്ത് വെക്കാൻ പാടുള്ളൂ, അതും ഫ്രീസറിലേക്ക്. എന്നിട്ട് നമുക്കിത് ഒരു 3 to 4 hours അല്ലെങ്കിൽ ഒരു 5 hours വെച്ചതിന് ശേഷം നമുക്കിതെടുക്കാം. അപ്പോഴേക്ക് നമ്മൾ ഐസ്ക്രീം റെഡി ആയിട്ടുണ്ടാകും. അപ്പം നമ്മൾ പാലിവിടെ നന്നായി തണിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതേ പാത്രത്തിൽ തന്നെ കേട്ടോ ഇനി ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പോകുന്നത്, അത് ഫ്രീസറിലേക്ക്. ഇനി നമുക്കൊരു 5 hours ഫ്രീസറിൽ വെച്ചിട്ട് എടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 5 hours ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രീസറിന് നമ്മൾ ഐസ്ക്രീം പുറത്തെടുത്തിട്ട് ഇനിയൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇനി ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇതുപോലെ നിങ്ങൾക്ക് ബദാമോ കാഷ്യൂനട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ സിമ്പിളായിട്ട് ഇത് ഇങ്ങനെ തന്നെ മതിയെങ്കിൽ അങ്ങനെയും കഴിക്കാം കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. എന്തായാലും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ഐസ്ക്രീമിന്റെ റെസിപ്പി? സിമ്പിൾ അല്ലേ? വേറെ ഒന്നും ഇതിന് ആവശ്യമില്ല. നമുക്ക് പാലും അതുപോലെ ഈ പൗഡറും മാത്രം മതി. നമ്മള് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ഒരു ടേസ്റ്റ് ഇല്ലെങ്കിലും അടിപൊളി ഐസ്ക്രീം കേട്ടോ. നിങ്ങളും എന്തായാലും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. ഈ പൗഡർ വാങ്ങിയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എങ്ങനെയുണ്ട് എന്ന് കമന്റിൽ എന്നോട് പറയുക. ഐസ്ക്രീമിന്റെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോന്ന്. ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് പിസ്ത ഫ്ലേവർ കേട്ടോ. അതിന്റെ കൂടെ ഞാൻ വീട്ടിൽ നിന്ന് തന്നെയാണ് നട്ട്സ് ഒക്കെ പൊടിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് അതിനകത്ത് ഇതേപോലെ നട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ പ്ലെയിൻ ആയിട്ടും ആക്കിയെടുക്കാം. അപ്പൊ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. എങ്ങനെയുണ്ടായിരുന്നു എന്ന്. സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണുക. അപ്പോഴേ നമ്മുടെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ട് കാണാൻ പറ്റുള്ളൂ. അപ്പൊ വീണ്ടും ഒരു നല്ല റെസിപ്പി ആയിട്ട് ഉടനെ തന്നെ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.